നന്ദിനി നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അല്ലേ? കാശ്മീരിനെ പറ്റി, കാശ്മീരിനോടുള്ള താങ്കളുടെ പ്രണയത്തെപ്പറ്റി, കുങ്കുമപ്പൂവിനോടുള്ള പ്രണയത്തെപ്പറ്റി ഒക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ, ഇതിന് മുന്നേ സംസാരിച്ചപ്പോൾ കാശ്മീരിലെ അവസാനത്തെ സുൽത്താനും അക്ബറുമായിട്ടുള്ള എന്തോ ഒരു യുദ്ധത്തിൻ്റെ കഥയോ ഒക്കെ പറഞ്ഞു വന്നിരുന്നു. അതാണ് അനശ്വര പ്രണയത്തിൻ്റെ കഥയല്ലാതെ വേറെ താജ്മഹലൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? കാശ്മീരിൻ്റെ അവസാനത്തെ സുൽത്താൻ യൂസുഫ് ഷാ ചക്, അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹിയും കലാകാരനും ഒക്കെ ആയിരുന്നു. ഇങ്ങനെ അദ്ദേഹം ഒരു കുതിരസവാരി നടത്തുമ്പോൾ മനോഹരമായ ഒരു സംഗീതം കേൾക്കുകയാണ്. നോക്കുമ്പോൾ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരുന്ന് പാടുന്നു. അവിടെ ചെന്നു, നീ ആരാണെന്ന് ചോദിച്ചതും അവളുടെ വീട്ടിലേക്ക് ഓടിപ്പോയി. ഇദ്ദേഹം വീട് തേടിപ്പോയി. വീട്ടിൽ ചെന്ന് പറഞ്ഞു, ആ പെൺകുട്ടിയോട് ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടികളങ്ങനെ പുറത്തേക്ക് അന്യ പുരുഷന്മാരെ കാണാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ നാടിൻ്റെ സുൽത്താനാണെന്ന് പറയുകയാണ്. അങ്ങനെ പെൺകുട്ടി വരുന്നു. ഇവർ പരസ്പരം പ്രണയിക്കുകയാണ്, ഒരു വാക്ക് പോലും പറയാതെ പ്രണയം വന്നു. അതെ, അങ്ങനെ ഇദ്ദേഹം മനസ്സിലാക്കി ഇവളാണ് എൻ്റെ സുൽത്താന. തിരിച്ചുപോയി ഭരണത്തിൻ്റെ തിരക്കിൽ പെട്ട് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞ് കാണും. ഇവളാണെങ്കിൽ ഇങ്ങനെ ഒരു ഭാവമാറ്റം വന്നപ്പോൾ പിതാവിന് തോന്നി എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്നാൽ പിന്നെ കല്യാണം കഴിക്കേണ്ട സമയമായല്ലോ. അങ്ങനെ ഒരു ആട്ടിടയിന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം കൂട്ടിക്കൊണ്ട് പോയില്ല? ഇല്ല, അപ്പൊ പോയില്ല. സുൽത്താന്റെ അച്ഛനാണ് അന്ന് ഭരിക്കുന്ന, മകനാണിത്, രാജകുമാരനാണ്. അങ്ങനെ അവൾ അവിടെ ആട്ടുംകൂട്ടിൽ ഒളിച്ചിരിക്കുകയും കല്യാണത്തിന് ശേഷം വൈകുന്നേരം ആട്ടുംകൂട്ടിൽ ഒളിച്ചിരിക്കുകയും ഇവൾക്ക് ഇവനെ വിട്ടിട്ട് ഉള്ളൊരു ജീവിതം പറ്റില്ല. ഈ കംപ്ലൈൻറ്റും കൊണ്ട് രാജാവിൻ്റെ അടുത്ത് ചെല്ലുകയാണ് ഇദ്ദേഹം, ഈ ഭർത്താവ്. എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വരുന്നില്ല, രാത്രി ഒളിച്ചോടി, എവിടെയാണെന്നറിയില്ല. അപ്പോൾ ഇവള് പറയാൻ ആട്ടുംകൂട്ടില്ല. അപ്പം പ്രതിയെ കൊണ്ടുവരാൻ പറയുകയാണ് രാജാവ്. അങ്ങനെ പ്രതിയെ കൊണ്ടുവരുമ്പോഴാണ് ഇവളാണെന്ന് മനസ്സിലാവണേ. മൂടുപടം മാറ്റുമ്പോൾ ഇവളങ്ങ് അതിശയിച്ചു പോയി, എൻ്റെ രാജകുമാരതാ നിൽക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ അപ്പോൾ ഒരു വാക്കൊന്നുമില്ല, വാക്ക് അല്ലാത്ത ഒരു ഇത്. അങ്ങനെ കൈ നിറയെ പൈസയും കൊടുത്ത് ഇദ്ദേഹത്തെ ആട്ടിടയനെ വിട്ടു. അങ്ങനെ ഇവളെ കൊട്ടാരത്തിൽ താമസിപ്പിച്ച് ഹബ്ബ ഖാത്തൂൺ എന്നുള്ള പേര് കൊടുത്ത് സുൽത്താനയാക്കി. ഇതാണ് കഥ. അങ്ങനെ അവർ വളരെ പ്രണയത്തോടുകൂടെ ജീവിക്കുന്ന സമയത്ത്, ഒരു മകനുള്ള സമയത്താണ് അക്ബർ വരുന്നത് കാശ്മീർ കാണാൻ. അക്ബർ ഈ കാശ്മീർ കണ്ട് ഇത് പിടിച്ചടക്കണം. അങ്ങനെ ഇദ്ദേഹമായിട്ട് യുദ്ധം ചെയ്തു. 2 തവണ യുദ്ധം ചെയ്തപ്പോഴും ഇദ്ദേഹം ജയിച്ചു. 3-ാം തവണ ഒരു യുദ്ധത്തിന് നാണക്കേടാണെന്ന് വിചാരിച്ച് അക്ബർ പിന്മാറിയിട്ട് ഇവനെ ചതിച്ച് തടവിലാക്കാൻ വേണ്ടിയുള്ള പ്ലാനിൽ വിളിച്ചു. നമുക്കൊരു സന്ധി സംഭാഷണത്തിന് ഡൽഹിയിലേക്ക് വിളിക്കുകയാണ്. ഹബ്ബ ഖാത്തൂൺ പറഞ്ഞു പോകണ്ട, ചതിയായിരിക്കും. പക്ഷേ ഇദ്ദേഹം 3-മതൊരു യുദ്ധത്തിന് ഉള്ള ആൾബലം കുറവാണ്, എന്തോ നോക്കാമെന്ന് പറഞ്ഞ് പോയത്. അവിടെ വെച്ച് തടവിലിട്ട് ബീഹാറിലേക്ക് കൊണ്ടുവന്ന് 500 പടയാളികളെ വെച്ച് തടവിൽ കിടക്കുമ്പോൾ ഈ പ്രണയത്തിൻ്റെ കഥ ഞാൻ പറയാൻ കാര്യം, കല്യാണം കഴിക്കുമ്പോൾ പൊതുവെ പ്രണയം പോലെ പതിവ്, പക്ഷെ ഇത് പ്രണയം വീണ്ടും റൈസപ്പ് ആവുക ചെയ്തത്. അങ്ങനെ ഇവള് കൊട്ടാരം ഉപേക്ഷിച്ച് ഭ്രാന്തിയെ പോലെ, അവള് നന്നായിട്ട് കവിത എഴുതുകയൊക്കെ ചെയ്യും, ഭ്രാന്തിയെ പോലെ കൊട്ടാരം വിട്ടിറങ്ങി ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ ഗുരേസിൽ പോയി താമസിക്കുകയും അവിടെ ഇവള് കവിതയൊക്കെ ചൊല്ലി ഇങ്ങനെ ഭ്രാന്തിയെ പോലെ നടക്കാം. മകനെ പോലും ഉപേക്ഷിച്ചു. ഇവളുടെ കവിത മുഴുവനും ഇപ്പോഴും അറിയാം. ഈ കാശ്മീർ നൈറ്റിംഗേൽ എന്ന് പറഞ്ഞ ഹബ്ബ ഖാത്തൂൺ നല്ലൊരു കവിയത്രിയാണ്. പിരിഞ്ഞതിൻ്റെയും പിരിഞ്ഞതിൻ്റെയും പിന്നെ അവനോടുള്ള പ്രണയമാണ് ഇവളുടെ കവിതകൾ മുഴുവനും. ഇപ്പോഴും മഞ്ഞുകാലങ്ങളിൽ അവിടെയുള്ള സ്ത്രീകൾ ഈ ഹബ്ബ ഖാത്തൂണിൻ്റെ കവിതകൾ ചൊല്ലിയാണ് അവരുടെ തണുപ്പിനെ അകറ്റണേ എന്ന് ഞാൻ പറയും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ കവിതകൾ മൂടിക്കിടക്കുമായിരുന്നു. അതിന് വേറൊരു കവിയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇവള് ഗുരേസിൽ അങ്ങനെ ഉള്ളപ്പോൾ അവിടെ ഒരു പിരമിഡ് പോലെ ഒരു മലയുണ്ട്. ഈ മല കയറിക്കഴിഞ്ഞാൽ ഡൽഹി കാണാമെന്ന് ആരോ പറഞ്ഞിട്ട് പുത്തനെയുള്ള മല കയറി ഡൽഹിയിലേക്ക് നോക്കി കവിത എഴുതി. അങ്ങനെ അത്രയ്ക്ക് ഒരു പ്രണയം. അവസാനം ഇവൻ പ്രിസണിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ബീഹാർ, അന്ന് ഒറീസയും ഇതൊക്കെ മറ്റ് പേരുകളിലായിരുന്നു. അപ്പോൾ ഒഡീഷയിൽ വെച്ച് വീണ്ടും അക്ബറായിട്ട് യുദ്ധം ചെയ്ത് അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ വീണ്ടും കാശ്മീർ പിടിച്ചടക്കാൻ വേണ്ടി അദ്ദേഹത്തെ അവിടെ കവർ ചെയ്തേക്കണത്. ബീഹാറിലാണ് അടക്കം ചെയ്തേക്കണത് ഈ ലാസ്റ്റ് സുൽത്താനെ.
ഇവനെ തേടിയിരിക്കും മരിച്ചതൊന്നും അറിഞ്ഞിട്ടില്ല. അക്ബർ എന്ന പടയാളികളുമായിട്ട് കാശ്മീർ പിടിച്ചടക്കാൻ വന്നു. ശരിക്കും പറഞ്ഞാൽ മകന് വിഷം കൊടുത്ത് കൊല്ലുക ചെയ്തത്. മകന് വിഷം കൊടുത്തു കൊന്നു. യാക്കൂബ് ഷാചക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മകൻ്റെ പേര്. എന്നിട്ട് ഇവളെന്ത് ചെയ്തു വെച്ചാൽ ഇവളെ പിടിക്കും എന്ന് ഉറപ്പാണ്. ഇവളെ കൂടി കണ്ടിട്ടാണ് അക്ബറിൻ്റെ സ്വഭാവം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ അപ്പോൾ ഈ ഏകാന്തതയുടെ തീക്ഷ്ണമായ ഇതിൽ അവൾ ഒരു കൊച്ചു പെൺകുട്ടിയെ ദത്തെടുത്തിട്ടുണ്ടായിരുന്നു. അവളെ കൂടി വളർത്തുന്നുണ്ടായിരുന്നു. ഈ പുതുമഞ്ഞ്, നവംബർ മാസത്തിൽ പുതുമഞ്ഞ് വന്നാൽ അതിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റില്ല. ഗ്രിപ്പ് ഇങ്ങനെ ലോക്കായി പോകും. ഇതാണ് പുതുമഞ്ഞിൻ്റെ ഒരു കുഴപ്പം. നമ്മൾ ഒരിക്കലും പുതുമഞ്ഞിൽ ചവിട്ടരുതെന്നുള്ളൊരു ഇത് കൂടിയാണ് ഞാൻ പറയണത്. ഈ കുന്നിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഇവള് കണ്ടു അക്ബറിൻ്റെ പടയാളികൾ വരുന്നത്. ഇവളാ പുതുമഞ്ഞിലേക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഇപ്പോഴും ഒരു കുഞ്ഞു ഖബറും ഒരു വലിയ ഖബറും കാണാം, ഹബ്ബ ഖാത്തൂണിൻ്റെയും ഈ കുഞ്ഞു മകളുടെയും. ആരായാലും കരഞ്ഞു പോണ ഒരു ഇതായിരുന്നു ആ ഖബർ കണ്ട സമയത്ത്. അങ്ങനെയാണ് ഞാൻ ഇവളുടെ നാട്ടിലേക്ക് പോകുന്നത്. വീണ്ടും ഞാൻ ബീഹാറിൽ വന്നു. യൂസുഫ് ഷാജക്കിനെ ഖബർ ചെയ്തോടത്ത് പോയി. ഇപ്പോഴും ഞാൻ പറയുന്നത് അനശ്വരമായ ഒരു പ്രണയ സൗധം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. താജ്മഹലിനെ ഞാൻ പറയില്ല, ഇവിടെ വേണമെങ്കിൽ ഉണ്ടാക്കാം. അത്രയ്ക്ക് പ്രണയമായിരുന്നു അവർ രണ്ടുപേരും. അപ്പോൾ ഇതാണ് കാശ്മീരിൻ്റെ കഥ. അങ്ങനെയാണ് കുങ്കുമപ്പൂവായിട്ട് എനിക്ക് ബന്ധം വന്നത്. അവള് കുങ്കുമപ്പൂവിൻ്റെ നാട്ടിലെ കുട്ടിയാണ്. ഈ കഥയോടൊപ്പം തന്നെ ചേർത്ത് പറയാനായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, കാശ്മീരിൽ ഈ പെൺകുട്ടികളെയൊക്കെ വിൽക്കുന്ന ഒരു ഗ്രാമം ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നുവെന്ന്. അടുത്ത കാലമല്ല, കുറച്ച് കാലം മുൻപ്. അപ്പോൾ ഒരിടത്ത് നമ്മൾ അനശ്വര പ്രണയത്തിൻ്റെ കഥ പറയുന്നു. ഒരു സ്ഥലത്ത് ഒരേ കാശ്മീരിൽ തന്നെ ഒരിടത്ത് അനശ്വര പ്രണയത്തിൻ്റെ കവിതകൾ അവർ പാടി ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു സ്ഥലത്ത് പെൺകുട്ടികളെ വിൽക്കുന്ന ഒരു സ്ഥലവും അവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി എനിക്കറിയാമോ? അങ്ങനെയുള്ള ഗ്രാമങ്ങളുണ്ട്. 1-2 ഗ്രാമങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴുമുണ്ടോ? ഇപ്പം അവിടെ അതൊക്കെ നിന്നു. കാരണം ഡെവലപ്മെന്റ് വന്നപ്പോൾ റോഡും കാര്യങ്ങളൊക്കെ. മറ്റേതങ്ങനെയല്ല, ഈ 4 മലകളുടെ ഇടയിൽ ഒരു സമതലം ഉണ്ടാവും. അവിടെ കൃഷി ചെയ്തും ആടുകളെ വളർത്തിയും അരുവിന്ന് മീനെ പിടിച്ചും ഒക്കെ അങ്ങനെ ജീവിക്കുന്ന അവരുടെ ലോകം ഈ 4 മലകൾക്കിടയിൽ മാത്രമാണ്. കല്യാണം കഴിക്കുന്നത് തമ്മിലാണ്. ഇപ്പുറത്താളെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഇവർ വല്ലപ്പോഴും മല കയറി അപ്പുറത്ത് വല്ലപ്പോഴും എത്തിക്കഴിഞ്ഞാൽ ലഡു അതുപോലെ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരണത് ഏതോ ചൊവ്വയിലൊക്കെ പോയി വരണ പോലെയാണ് അവിടെ ഉള്ളവർ കാണുന്നത്. അങ്ങനെ ആയിരുന്നു ഞാൻ ചെല്ലുന്ന കാലഘട്ടത്തിൽ പോലും. അതിനുശേഷം റോഡുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അവർ ഇപ്പൊ അങ്ങനെ ഇല്ല അവിടെ. ഇതെന്താ സംഭവിക്കാന്ന് വെച്ചാല്, അതായത് ഈ മലകളിലേക്ക് വലിയ ധനികര് വരും. വന്നിട്ട് ഈ പപ്പാക്ക് ഈ ഇദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ടാവുമല്ലോ പെൺമക്കളുടെ, നല്ല സുന്ദരികൾക്ക് വെച്ചിട്ട് പൈസ ആദ്യമൊക്കെ 30,000 50,000, ഇപ്പോൾ പിന്നെ അത് 2 ലക്ഷമായി 3 ലക്ഷം 5 ലക്ഷം അങ്ങനെ വന്ന് ഇത്ര പൈസ കൊടുത്തിട്ട് ഇവരെ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോരും. എന്നിട്ട് നന്നായിട്ട് നോക്കും അവരെ. ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കും. നല്ല ധനികരായിരിക്കും ഈ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഒരു സെക്കൻഡ് വൈഫായിട്ട് അത് ഈ മേടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാർ കുടുംബവും കുട്ടികളും ചിലപ്പോൾ ഒരു മധ്യവയസ്സൊക്കെ കഴിഞ്ഞവരായിരിക്കും. അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ കൊണ്ടുവരണേ. എന്നിട്ട് ഇവർക്ക് ചിലവും ഒക്കെ കൊടുത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല. വീടിനുള്ളിൽ തന്നെ സുഖമായിട്ട് ജീവിക്കണം. അങ്ങനെ ഒരിക്കൽ സംഭവിച്ചിട്ട് ഞാൻ താമസിച്ചൊരു വീട്ടിലെ അദ്ദേഹത്തിൻ്റെ അനിയന് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. അതായത് ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടി, ഇയാള് ഇടയ്ക്ക് വരുള്ളൂ, പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോകും. അങ്ങനെ ഇദ്ദേഹം വന്നില്ല, പിന്നെ എന്താ മരിച്ചു പോയിട്ടുണ്ടാവും. ഇവരിവിടെ ആയിപ്പോയി, ഇവരുടെ കയ്യിൽ പൈസയില്ല. അങ്ങനെ ഹോട്ടലിലേക്ക് ഭക്ഷണം മേടിക്കാൻ വന്നപ്പോൾ കാണുകയാണ്, കണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാ പറയണേ. ആ കണ്ണിൽ തന്നെ കടലുണ്ട് എന്നാ പറയണേ. അത്ര സുന്ദരി അവൾ. ഇദ്ദേഹം ഈ ഹോട്ടലിൻ്റെ ഓണർ പുറകെ പോയി ഇവളെ, പിന്നെ അതിന് ഒത്തിരി കഥകളുണ്ട്. അപ്പോൾ എങ്ങനെ ഇവളുടെ കഥ പറയാണ്, ഞാനിങ്ങനെ ആയിപ്പോയതാണ്, എന്നെ പിടിച്ചോണ്ട് വന്ന എൻ്റെ നാട് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, ഞാനിനി നിന്നെ സംരക്ഷിച്ചോളാം. അങ്ങനെ അവര് ഓർക്കണം, ഇദ്ദേഹത്തിനും കുട്ടികളും ഇതുള്ളതാണ്. പക്ഷേ ഇത് വീട് മറന്നു, കുട്ടികളെ മറന്നു, ഇവരുമായിട്ടായി. പിന്നെ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവളെ കാണിച്ചു കൊടുക്കുക, ഇവളുടെ നല്ല ആഭരണങ്ങൾ, ഇവരുടെ വസ്ത്രം, ഇങ്ങനെ അദ്ദേഹമാണ് ഇവർ. എന്നിട്ട് അവസാനം ഇവരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹബ്ബാക്കാത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു കാശ്മീരിലെ പ്രണയമൊക്കെ ഏകദേശം ഇതുപോലെ കേട്ടോ. ഞാൻ പലരുടെയും കേട്ടിട്ടുണ്ട്, ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. വേറൊരു കുടുംബത്തിൽ ഇതുപോലെ അറിഞ്ഞുകൊണ്ട് പ്രണയിക്കുന്നു. അത്
അവരെ കുറ്റം പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല കുടുംബമാണ്. പക്ഷേ സ്നേഹത്തിന് വിട്ടുപോകാൻ പറ്റാത്ത, അത് തന്നെ ഇവിടെയും സംഭവിച്ചത്. എല്ലാം പ്രണയം തന്നെയാണ്. അതിലേക്ക് നമ്മുടെ മൂല്യങ്ങളെ ഒന്നും നമ്മൾ വലിച്ചു പിടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ എല്ലാം പ്രണയമാണ് അല്ലേ? അവരുടെ ഭാഷയിൽ അത് അനശ്വര പ്രണയമാണ്. അതാണ് അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ. തീർച്ചയായിട്ടും. അങ്ങനെ ഇവര് സംഭവിച്ചത്, ഇവര് ക്യാൻസർ വന്ന് മരിക്കുകയാണ് ഈ പെൺകുട്ടി. അദ്ദേഹത്തിന് ഭ്രാന്തായി, ആ നാട്ടിൽ പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഭ്രാന്ത് പറഞ്ഞാൽ അത്രയും സിൻസിയർ ആയിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കില്ലേ. ഇതാണ് ഈ രണ്ട്, അതായത് പൈസ കൊടുത്ത് കൊണ്ടുവരുന്ന ഒരു ഗ്രാമങ്ങൾ ഉണ്ടായിരുന്ന ആ ഗ്രാമങ്ങൾ ഇപ്പം ഗ്രാമങ്ങളല്ലെന്ന്, അത്തരം ഗ്രാമങ്ങളല്ല, ഡെവലപ്ഡ് ഗ്രാമങ്ങളാണ്. കാരണം അവിടേക്കൊക്കെ ഇപ്പോൾ റോഡായി, വാഹനങ്ങൾ പോവുകയും വരികയും ചെയ്തപ്പോൾ അവരുടെ ലോകം വലുതായി. ഇപ്പോൾ ഡെവലപ്മെന്റ് വന്നേ പിന്നെ ലൈറ്റായി. എല്ലാ സ്ഥലത്തും അങ്ങനത്തെ പ്രശ്നങ്ങൾ, നമ്മുടെ അറബി കല്യാണങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്, ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞു വന്നത് കാശ്മീർ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോലെ മഞ്ഞും ഈ ടുലിപ്പ് പുഷ്പങ്ങളും മാത്രമല്ല, അതിനൊരുപാട് ഇപ്പം തീവ്രവാദികളും മാത്രമല്ല, നമ്മൾ കണ്ട കാശ്മീർ മാത്രമല്ല, അതിന് വേറെ ഒരുപാട് ഫേസസ് ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങളുടെ തീവ്രത, ഇഴ ചേർന്ന കുടുംബ ബന്ധങ്ങൾ ഒരുപാട് അവിടെ കാണാൻ പറ്റും. നമ്മളെക്കാൾ എനിക്ക് തോന്നുന്നത് നമ്മൾ അഭിനയിക്കുന്നുണ്ട് കുറേയൊക്കെ. അവിടെ അങ്ങനെ അഭിനയങ്ങളില്ലാത്ത ഒരു തീവ്രമായ സ്നേഹബന്ധത്തിന്റെ കഥ പറയുമ്പോൾ തന്നെ ഇത്തരം ചില ബന്ധങ്ങളെ അനുവദിച്ചു കൊടുക്കുന്ന ഭാര്യമാരെയും കണ്ടു ഞാൻ അവിടെ. അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്നവരാണ് കാശ്മീരികൾ എന്ന് പറഞ്ഞു. സ്ത്രീകളെ അവരൊരിക്കലും അബ്യൂസ് ചെയ്യാത്ത മനുഷ്യരാണ്. അതൊക്കെ കേട്ടപ്പോൾ അവർ തീവ്രവാദികളാണെങ്കിലും ആയിരുന്നു ഒരു കാലത്ത്, അവരോടൊരു ബഹുമാനം എവിടെയോ നമുക്ക് തോന്നുന്നു അല്ലേ? അവരെന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഭാഷയിൽ അവർ ഫ്രീഡം ഫൈറ്റേഴ്സാണ്. അറ്റ് ദ സെയിം ടൈം ഒരിക്കലും ഒരു സ്ത്രീയോടും മോശമായിട്ട് പെരുമാറാത്ത ആൾക്കാർ അല്ലേ? അപ്പോൾ കാശ്മീരിൻ്റെ പ്രണയ കഥകളും സൗന്ദര്യവും താങ്കളുടെ യാത്രാ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കൂടുതൽ സംസാരിക്കാം. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.